ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ മുടിയുടെ ഉള്ളു കൂടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് ഉലുവയുടെ അളവ് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിലേക്ക് നമുക്ക് അന്നത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഇതേപോലെ കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇത് നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഉലുവ എന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കുതിർക്കാനായിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കാലത്ത് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉലുവ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് കേട്ടോ മുരിങ്ങയില എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയ രീതിയിലുള്ള പ്രാണികൾ, അതേപോലെ തന്നെ ഒരു വണ്ട് പോലത്തെ സംഭവമൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇലയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല, പൂപ്പാലോ അങ്ങനെ പ്രാണികളൊന്നും ഇല്ലാത്ത ഇല നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ഇലയൊന്ന് ഉരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഉരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഉലുവയിലുള്ള മുഴുവനായിട്ടുള്ള കഞ്ഞിവെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഉലുവ അരയ്ക്കും തോറും അല്ലെങ്കിൽ അത് അരച്ച് കഴിഞ്ഞാലും ചെറുതായിട്ട് ഇങ്ങനെ കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ, അതല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഇതേപോലെ അരച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അങ്ങനെ നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് രീതിക്ക് ഇതേ കണക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് നമ്മൾ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ അരിക്കാതെ ഈ ഒരു പാക്ക് ഒരിക്കലും നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട പോലെയായിട്ട് കെടുക്കും. അപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് മാറി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെല്ലിക്ക പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നെല്ലിക്ക പൊടി അതേപോലെ തന്നെ ഉലുവയും മുരിങ്ങയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നെല്ലിക്ക നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അകാല നേരം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നെല്ലിക്ക. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടി നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളയാം കേട്ടോ. ഇതേപോലെ പല്ലകലുള്ള ചെറുപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ കെട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം ഏതൊരു പാക്കായാലും അതേപോലെ തന്നെ ഓയിലായാലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പല്ല് അടുപ്പുള്ള ചെറുപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുക, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതേപോലെ പല്ലകളുള്ള ചെറുപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറയണത്. അതേപോലെ തന്നെ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് മുടിയിലധികം ജടയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അത് കുറച്ച് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം.
അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിക്കൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എണ്ണ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തായിട്ടൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ ഡ്രൈനെസ് ആയാലും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പാക്ക് എടുക്കുക. നമ്മുടെ സ്കാൽപ്പ് ഇതേപോലെ ഒരു സെക്ഷനാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ മുരിങ്ങയില ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി വളർച്ചയൊക്കെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ നിങ്ങൾ മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്കായാലും ആരോഗ്യത്തിനായാലും വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ പാക്ക് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുടി ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഉലുവയായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോഴാണ് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് പോയി കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മുടിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട്. ഒട്ടും തന്നെ നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആവുക അതല്ലാന്നുണ്ടെങ്കിൽ പരിപരത്ത രീതിയിൽ ഇരിക്കുകയൊന്നും ആയിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളു നന്നായിട്ട് തന്നെ ഒരു വെച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുടിക്ക് നന്നായിട്ട് ഉള്ളു കൂടാൻ വേണ്ടിയിട്ടും ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാക്കാണിട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴത്തായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.